സൈക്യാട്രിസ്റ്റിൻ്റെ മുറിയിലേക്ക് കയറിയ ഞാൻ വളരെ അസ്വസ്ഥതയിലായിരുന്നു. എന്തായിരിക്കും ഡോക്ടർ പറയാൻ പോകുന്നത് എന്നെനിക്ക് പേടിയുണ്ടായിരുന്നു. അദ്ദേഹം അച്ഛനോട് പുറത്തു പോകാൻ പറഞ്ഞതോടെ എനിക്കാകെ ഭയം കൂടി. ഞാൻ അവൻ പുറത്തിറങ്ങി വാതിലടയ്ക്കുന്നത് നോക്കി നിന്നു. അവൻ തല താഴ്ത്തിയാണ് പുറത്തേക്ക് പോകുന്നത്. എന്താ ഡോക്ടർ, എന്താ എൻ്റെ കുട്ടിക്ക്? ഞാൻ ഡോക്ടറെ ഭയത്തോടെ നോക്കി ചോദിച്ചു. ധന്യേ, ഞാൻ പറയാൻ പോകുന്നത് വളരെ ശ്രദ്ധിച്ച് നീ കേൾക്കണം. പെട്ടെന്നൊന്നും പറയാനോ ദേഷ്യപ്പെടാനോ ശ്രമിക്കരുത്. ഡോക്ടറുടെ വർത്താനം എനിക്ക് വീണ്ടും ഭയമാണ് തന്നത്. ദയവ് ചെയ്ത് ഇനി ഇങ്ങനെ വളച്ചു കെട്ടരുത്. എനിക്ക് കുറേ മാസങ്ങളായിട്ട് ടെൻഷനാണ്. എന്താ സാർ അവന്? എന്താ അവൻ അസുഖം? ഓഫീസിൽ നിന്നും വീട്ടിലേക്കും തിരിച്ച് ഓഫീസിലേക്കും ബോംബിലെ തിരക്കിനിടയിൽ കൂടി ഓടി നടന്ന എനിക്ക് ഇടയ്ക്കെപ്പോഴോ എൻ്റെ അച്ഛനെ ശ്രദ്ധിക്കാൻ വിട്ടുപോയിരുന്നു. പക്ഷേ അത് ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. അവൻ ജനിച്ച് 2ാമത്തെ വർഷം ഞങ്ങളെ വിട്ടുപോയ പ്രകാശേട്ടൻ അസാന്നിധ്യം അറിയിക്കാതെ അവനെ വളർത്താൻ ഞാൻ ആവുന്നത് നോക്കിയിട്ടുണ്ട്. ജോലി വിടാതെ തന്നെ അവനെ കൊണ്ട് ജീവിക്കാൻ ഒരുപാട് പേർ സഹായിച്ചിട്ടുണ്ട്. അവൻ വളർന്നതോടൊപ്പം എൻ്റെ ജോലി തിരക്കുകളും വളർന്നുകൊണ്ടിരുന്നു. പതുക്കെ പതുക്കെ കിട്ടിയ പ്രമോഷനെല്ലാം കൂടി എൻ്റെ ജോലി ഭാരം ആകെ കൂടി. അവൻ 10ാം ക്ലാസ് കഴിഞ്ഞതോടെയാണ് വളരെ തിരക്കുള്ള ഏരിയയിലേക്ക് ഓഫീസ് മാറിയത്. പിന്നെ അവനെ അവൻ്റെ ചില കൂട്ടുകാരുടെ ഒപ്പം സ്കൂളിലേക്കും ഞാൻ അഴക്കാൻ തുടങ്ങി. പതുക്കെ പതുക്കെ അവൻ നഗരത്തിൻ്റെ രീതിയിലേക്ക് ഇഴകിച്ചേരുന്നത് കണ്ടപ്പോൾ ഒരാശ്വാസമാണ് എനിക്ക് തോന്നിയത്. വർഷങ്ങളായി ഞാൻ നോക്കി വളർത്തിയ എൻ്റെ കുട്ടി സ്വയം കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയിരിക്കുന്നു. ആളുകൾ അവൻ്റെ പഠിത്തത്തിൻ്റെയും ഫുട്ബോൾ കളിയെല്ലാം പ്രശംസിക്കുമ്പോൾ ഒരുപാട് സന്തോഷ ഹൃദയം എന്നിൽ തുടച്ചു കയറുന്നുണ്ട്. അവൻ്റെ സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് ഇടയ്ക്ക് ഞാൻ നാട്ടിലേക്ക് പോകുന്നത് പോലും. അവിടുത്തെ വർത്തമാനങ്ങൾ എനിക്കിഷ്ടമല്ല എന്ന് മനസ്സിലാക്കിയതോടെ അവനും അവിടേക്കുള്ള പോക്ക് അവസാനിപ്പിച്ചു. അങ്ങനെയായിരുന്നു ഞങ്ങൾ. ഒരാൾക്ക് വേണ്ടത് മറ്റേയാളുടെ സന്തോഷം മാത്രമായിരുന്നു. ഞായറാഴ്ചകളിൽ ഞങ്ങൾ പുറത്തു പോയിരുന്നു. ബീച്ചിൽ പോയി കടലിൻ്റെ ഭംഗി നോക്കി നിൽക്കുമ്പോൾ അവിടെ വന്നിരിക്കുന്ന കാമുകന്മാരെ ഞാൻ വെറുതെ ശ്രദ്ധിക്കും. പ്രകാശേട്ടനുണ്ടായിരുന്നെങ്കിൽ ഞാനും ഇതുപോലെ അരികെ ചേർന്നിരിക്കുമായിരുന്നു. അവൻ കൂടെ ഉള്ളതോർത്ത് ഞാൻ അവനെ നോക്കുമ്പോൾ അവനും അതിലാരെങ്കിലുമൊക്കെ നോക്കി നിൽക്കുന്നുണ്ടാവും. ഞാൻ നോക്കുന്നത് കാണുമ്പോൾ ഒരു ചമ്മി ചിരിച്ചുകൊണ്ട് അവൻ പിന്നെയും നടക്കും. അവന് പെൺകുട്ടികളായും ആൺകുട്ടികളായും ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. പക്ഷേ ഞായറാഴ്ചകൾ അവൻ എനിക്ക് വേണ്ടി മാറ്റിവെക്കും. ഓഫീസില്ലാതെ ഞാൻ ഇരിക്കുന്നൊരു ദിവസം അവൻ അമ്മയ്ക്ക് വേണ്ടി തരുന്നു. എല്ലാം വളരെ സന്തോഷത്തോടെ പോവുമായിരുന്നു. അവൻ കോളേജിൽ ചേരുന്നവരെ. ബോംബെ നഗരം ആൺപെൺ സൗഹൃദങ്ങൾ വളരെ തുറന്ന രീതിയിലുള്ള ഒരു നഗരമായിരുന്നു. അത് ഇവിടെ വന്ന കാലം തൊട്ടേ എനിക്കറിയാം. ഭർത്താവ് മരിച്ചതിന് ശേഷം ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ തൊട്ട് പലരും എന്നെ പലപ്പോഴായി സമീപിച്ചിട്ടുണ്ട്. ആരും മോശമായി പെരുമാറിയിട്ടില്ല. എങ്കിലും എല്ലാവർക്കും എന്നെ വേണമെന്ന് തോന്നിയത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. രാവിലെ അടുത്തുള്ള ശിവാജി പാർക്കിൽ ഓടാൻ പോകുമ്പോൾ എന്നെ പിന്തുടർന്ന കണ്ണുകൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. കൂട്ടുകാരികൾ എന്നെപ്പറ്റി വിവരിക്കുമ്പോൾ ചിരിച്ചു വിടാറുണ്ട് ഞാൻ. എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ എനിക്ക് സന്തോഷവും അതിലുപരി ആത്മവിശ്വാസവും തരുന്നുണ്ടായിരുന്നു. അച്ചു തന്നെ പലപ്പോഴും എന്നോട് കൂട്ടുകാരികൾ വലുതായാൽ അവൻ്റെ അമ്മയെ പോലെ ആകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവനെന്നെ അതും പറഞ്ഞ് സോപ്പിടുമായിരുന്നു. ഞാൻ അവനെ വെറുതെ പിച്ചുവിടുമായിരുന്നു. എങ്കിലും ഞാൻ അതെല്ലാം ഉള്ളുകൊണ്ട് ആസ്വദിച്ചിരുന്നു. പ്രകാശേട്ടൻ എന്നെ ഇഷ്ടപ്പെട്ടതും 2-3 കൊല്ലമേ ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും തീ പോലെ കത്തിയെരിയുന്ന ദാമ്പത്യം എനിക്ക് നല്ല അനുഭവങ്ങളായിരുന്നു സമ്മാനിച്ചിരുന്നത്. കോളേജിൽ ചേർന്ന് ആദ്യ മാസങ്ങളെല്ലാം അവൻ വളരെ സന്തോഷവാനായിരുന്നു. എന്നാൽ ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ പെട്ടെന്നാണ് അത് തുടങ്ങിയത്. വീട്ടിലേക്ക് വന്നാൽ മുറി അടച്ച് ഉള്ളിലിരിക്കും. കഴിക്കാൻ വരും, പിന്നെയും ഉള്ളിൽ തന്നെ. അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുട്ബോൾ കൂടി വേണ്ടെന്ന് വെച്ചപ്പോഴാണ് എനിക്ക് പേടി തോന്നാൻ തുടങ്ങിയത്. എന്തു വന്നാലും അവനത് വേണ്ടെന്ന് വെക്കില്ല. ഞാൻ അവൻ്റെ കൂട്ടുകാരോട് കാര്യങ്ങൾ അന്വേഷിച്ചു. അപ്പോഴാണ് എനിക്ക് ചെറുത് മനസ്സിലായത്. അവന് 10ാം ക്ലാസ് തൊട്ടേ അറിയാവുന്ന ഒരു കുട്ടിയുണ്ട്, നേഹ. അവളുമായി എന്തോ പ്രശ്നമുണ്ടത്രേ. നേഹയെക്കുറിച്ച് എന്നോടവൻ പറഞ്ഞിട്ടുണ്ട്. അവന് ഈയിടെയായി നേഹയോടും അവൾക്ക് തിരിച്ചും എന്തോ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. അവൻ്റെ ഇഷ്ടം തന്നെയായിരുന്നു എൻ്റെയും. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും ഞാൻ അന്വേഷിക്കാൻ പോയില്ല.
ആ കുട്ടി 2-3 തവണ വീട്ടിലേക്ക് വരികയും ചെയ്തിരുന്നു. നല്ല കുട്ടിയാണ്. പിണക്കങ്ങൾ വല്ലതുമാകുമെന്ന് കരുതി ഞാൻ ആദ്യം അതങ്ങ് വിട്ടു. എന്നാൽ അവനെ അത് വല്ലാതെ ബാധിക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ ഞാൻ അവനോട് സംസാരിച്ചു. എന്നാൽ അവൻ എന്നോട് സംസാരിച്ചില്ല എന്ന് മാത്രമല്ല, ആദ്യമായി അവനെന്നോട് ദേഷ്യവും പെട്ടു. അവൻ്റെ കാര്യത്തിൽ എന്തിനാണ് ആവശ്യമില്ലാതെ ഇടപെടുന്നതെന്ന് കൂടി ചോദിച്ചപ്പോൾ ഞാൻ ആകെ തളർന്നുപോയി. എന്നാൽ അവൻ്റെ ദേഷ്യത്തോടു കൂടി ഒന്നെനിക്ക് മനസ്സിലായി, അവനെ എന്തോ വല്ലാതെ ബാധിക്കുന്നുണ്ട്. ആ പെൺകുട്ടിയുടെ പ്രശ്നമായിരുന്നുവെങ്കിൽ അവൻ എന്നോട് പറയുമായിരുന്നു. കാരണം ഇതിനു മുമ്പ് വേറൊരു പെൺകുട്ടിയോട് ഇതുപോലെ ഒരു റിലേഷൻ ഉണ്ടായപ്പോഴും അതെന്തോ കാരണം കൊണ്ട് പിരിഞ്ഞപ്പോഴും അവൻ എന്നോട് പറഞ്ഞിരുന്നു. പക്ഷെ ഇതെന്തോ. ഒരു ദിവസം രാത്രി അവൻ ആഹാരം കഴിഞ്ഞ് ഉള്ളിലേക്ക് പോവാൻ നിന്നപ്പോൾ ഞാൻ വാതിലിൻ്റെ അവിടെ പോയി നിന്നു. എന്നിട്ട് അവനോട് പറഞ്ഞു, അച്ചു, നമ്മളിങ്ങനെ ആയിരുന്നില്ല. എന്താ നിൻ്റെ പ്രശ്നമെന്ന് എനിക്കറിയില്ല. എന്നോട് പറയാൻ പറ്റാത്തത് എന്ത് കാര്യമാണ് നിനക്കുള്ളതെന്നും എനിക്കറിയില്ല. പക്ഷേ അത് തീർക്കണം, അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഇവിടെ ജീവിക്കാൻ പറ്റില്ല. നീ ഹോസ്റ്റലിലേക്ക് മാറിക്കോളൂ. ഉള്ളിൽ വിങ്ങിക്കൊണ്ടാണെങ്കിലും ഞാനത് എങ്ങനെയോ പറഞ്ഞു. ഇത്തിരി കഴിഞ്ഞ് റൂമിൽ നിന്നും കരച്ചിൽ കേട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. കിടക്കയിൽ കിടന്ന് ചെറിയ കുട്ടിയെ പോലെ കരയാണവൻ. അച്ചു, എന്താ മോനെ? അവൻ മൗനം മാത്രം. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു ഡോക്ടറെ കാണാം. സൈക്കാട്രിസ്റ്റ്. ആരും അറിയണ്ട, ഞാൻ പോലും എന്താണെന്ന് അറിയണ്ട. നീ അയാളോട് എല്ലാം പറ. എന്താ നിൻ്റെ അഭിപ്രായം? അവൻ എന്നെ നോക്കി നിന്നു, എന്നിട്ട് തിരിഞ്ഞു കിടന്നു. അത് സമ്മതമാണെന്ന് എനിക്ക് തോന്നി. ഞാൻ വിളിച്ചു. ഡോക്ടർ അജയൻ്റെ അപ്പോയിൻമെൻ്റ് എടുത്തു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞ് ഡോക്ടർ അജയൻ എന്നെ നോക്കി. ശരി, ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇതൊരു പക്ഷേ കുറച്ച് തമാശയായിട്ട് തോന്നാം, പക്ഷേ അശ്വിൻ അങ്ങനെയല്ല. ആ ഡോക്ടർ, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അവന് തമാശയില്ലാത്ത ഒന്നും എനിക്കും തമാശയല്ല. ഞാൻ പറഞ്ഞു. ഓക്കെ. അച്ഛന് 2 കൊല്ലമായി സ്നേഹ എന്ന പെൺകുട്ടിയെ ഇഷ്ടമാണ്. ആ കുട്ടിക്ക് അവനെയും. ഇവിടുത്തെ കാര്യങ്ങൾ നാട്ടിലെ പോലെ അല്ലല്ലോ തന്നെ. 3 മാസം മുമ്പ് അവർ നിങ്ങളുടെ ഫ്ലാറ്റിൽ വെച്ച് ഒന്ന് കൂടിയായിരുന്നു. ഒരു നെട്ടലോടെയാണ് ഞാനത് കേട്ടത്. എൻ്റെ കുട്ടി, അവൻ ചെറുതല്ല ഡോക്ടറെ? ആ, പക്ഷേ അതിത്തിരി മോശമായിട്ടാണ് അവസാനിച്ചത്. അത് അച്ഛനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. എനിക്കിത്തിരി ദേഷ്യവും ചിരിയുമാണ് വന്നത്. അവൻ ഇപ്പോഴേ വീട്ടിൽ വെച്ച് ഇങ്ങനെ കാണിച്ചെൻ്റെ ദേഷ്യവും പിന്നെ നടന്നതെല്ലാം ആലോചിച്ചുള്ള ചിരിയും. എൻ്റെ മുഖഭാവം ശാന്തമായതുകൊണ്ടാവണം ഡോക്ടർ തുടർന്ന് പറഞ്ഞു. ധന്യേ, നമുക്കിതൊരു തമാശയാകും, പക്ഷേ അവൻ അങ്ങനെയല്ല. ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇതിനെ പെർഫോമൻസ് ആങ്സൈറ്റി എന്ന് പറയും. ഇത് ചിലർ മറികടക്കും, എന്നാൽ ചിലർ ഇതുമൂലം മാനസികമായി തളർന്നേക്കാം. അച്ചുവിന് അതാണിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഭാവിയിൽ ഇതേ പ്രശ്നം ഉണ്ടാവുമെന്ന പേടിയാണ് അവന്. അത് അവനെ വല്ലാതെ ബാധിച്ചിട്ടുമുണ്ട്. അത് ഡോക്ടർ, എന്താണ് ഇതിനൊരു പ്രതിവിധി? അവന് കോൺഫിഡൻസ് ഉണ്ടാക്കാൻ പറ്റിയ എന്തെങ്കിലും പറഞ്ഞു കൊടുത്തൂടെ? എല്ലാവർക്കും ഇതൊക്കെ വേണ്ട രീതിയിൽ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അവൻ പതുക്കെ മനസ്സിലാക്കില്ലേ? മനസ്സിൽ ഇത്തിരി നിരാശയോടു കൂടിയാണെങ്കിലും ഞാൻ ചോദിച്ചു. അവിടെയാണ് ധന്യയ്ക്ക് തെറ്റിയത്. അത് കേട്ടതും ഞാൻ അദ്ദേഹത്തെ നോക്കി. വേണ്ട രീതിയിൽ ഇല്ലെന്നതല്ല അവൻ്റെ പ്രശ്നം, കുറച്ചധികം വേണം അവന്. അതാണ് അവൻ്റെ പ്രശ്നം. ഞാൻ ഡോക്ടറെ മനസ്സിലാവാത്ത പോലെ നോക്കി. അത് തന്നെ, അവന് കുറച്ച് വലുതാണ്. അത് പെൺകുട്ടികൾക്ക് ഉൾക്കൊള്ളാനാവില്ല. മനസ്സിലായില്ലേ? ഡോക്ടർ പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചു. ഇതിനിപ്പോൾ എന്താ ചെയ്യുക? എനിക്കാകെ ഒന്നും മനസ്സിലാവാത്ത അവസ്ഥയായി. വലുതെന്ന് പറഞ്ഞാൽ അതൊരു പ്രശ്നമാകുമോ? ഞാൻ എന്തുകൊണ്ടോ പെട്ടെന്ന് പ്രകാശേട്ടനെ ആലോചിച്ചു. ധന്യേ, ഡോക്ടറുടെ വിളി കേട്ടാണ് ഞാൻ തിരിച്ചു വന്നത്. ഇതിനു മുമ്പൊരിക്കൽ അവൻ ഒരു പെൺകുട്ടിയുമായി പിരിഞ്ഞതും ഇത് തന്നെയായിരുന്നു പ്രശ്നം. അതുകൊണ്ട് ഇതൊരു ഗുരുതര പ്രശ്നമായി അവനിലുണ്ട്. അവൻ ഒരു ഡിപ്രഷനിലേക്കാണ് പോകുന്നത്. അതവൻ്റെ ജീവിതത്തെ താളം തെറ്റിക്കും, അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ നീ അവനോട് സംസാരിക്കണം. എല്ലാ മടിയും മാറ്റിവെച്ച് സംസാരിക്കണം. അവനിവിടെ വരാൻ തയ്യാറല്ല. ഇത് താൻ പറഞ്ഞുകൊണ്ട് വന്നതാണെന്നാണ് അവൻ പറഞ്ഞത്. താനതുകൊണ്ട് അവനോട് സംസാരിക്കണം.
ഇതൊരു പ്രശ്നമാവില്ലെന്ന് പറഞ്ഞ് അവനെ ബോധ്യപ്പെടുത്തണം. ഓക്കെ ഡോക്ടർ, ഞാൻ ചെയ്യാം. ഞാൻ അവനോട് സംസാരിച്ചോളാം. ഞാൻ എഴുന്നേറ്റ് പോകാൻ തുനിഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു. ധന്യെ, അവൻ്റെ ഭയം അത്ര നിസ്സാരമല്ല. അത് കാര്യമില്ലാത്തതുമല്ല. ഒരു ചെറിയ ചിരിയോടെ എന്നാൽ കാര്യമായാണ് ഡോക്ടർ അത് പറഞ്ഞത്. ഞാൻ ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു. എൻ്റെ മനസ്സിലാകെ ഒരു മാലപ്പടക്കം പൊട്ടുമായിരുന്നു. കാറിൽ വെച്ച് അവൻ എന്നോടോ ഞാൻ അവനോടോ ഒന്നും പറഞ്ഞില്ല. വീടെത്തി അവനൊന്നും മിണ്ടാതെ ഇറങ്ങി റൂമിൽ പോയി. റൂമിൻ്റെ വാതിലടഞ്ഞു. എനിക്ക് ആ വാതിലടഞ്ഞത് കാണുന്നതേ ഇഷ്ടമല്ല. ഇതിപ്പോൾ മാസങ്ങളായി അതങ്ങനെയാണ്. ഇത് ശരിയാവില്ല, ഞാൻ ഉറപ്പിച്ചു. എന്തെങ്കിലും പ്രതിവിധി കണ്ടെത്തണം. എൻ്റെ കുട്ടിയെ അങ്ങനെ വിടാൻ എനിക്ക് പറ്റില്ല. എന്ത് പറ്റിയിട്ടാണെങ്കിലും അവനോട് ഒന്ന് സംസാരിക്കണം. അങ്ങനെ രാത്രി ആഹാരം കഴിഞ്ഞ് പതിവ് പോലെ അവൻ വാതിലടച്ച് ഉള്ളിലേക്ക് പോയി. ഞാൻ പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് സോഫയിലിരുന്നു. ധൈര്യമില്ല. ഒടുവിൽ ഞാൻ എങ്ങനെയെല്ലാം ധൈര്യം സംഭരിച്ചുകൊണ്ട് അവൻ്റെ വാതിലിനടുത്തെത്തി. വാതിലിൽ ഒന്ന് മുട്ടി. 2 മിനിറ്റ് കഴിഞ്ഞിരിക്കണം. വാതിലിൻ്റെ കുറ്റി തുറക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. പതുക്കെ തള്ളിയപ്പോൾ വാതിൽ തുറന്നു. അവൻ തിരിച്ച് കിടക്കയിലാണ്. ഞാൻ പതുക്കെ അവൻ്റെ അടുത്ത് പോയിരുന്നു. അച്ചു, ഡാ, എന്തിനാടാ നീ ഇങ്ങനെ വിഷമിക്കുന്നത്? ഡോക്ടർ എന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. നീ ഇങ്ങോട്ടൊന്ന് നോക്കിയേ. അത് കേട്ടതും അവൻ തിരിഞ്ഞില്ല. ഞാൻ അവൻ്റെ തോളിൽ പിടിച്ച് തിരിച്ചു. അവൻ്റെ മുഖമാകം ചുവന്ന കണ്ണുകൾ ചെറുതായി നിറഞ്ഞതുപോലെ കിടക്കാണ്. മോനെ കുട്ട, ഇതൊക്കെ ഉണ്ടാകും. പക്ഷേ അതിലൊന്നും ഇത്ര കാര്യമൊന്നുമില്ല കേട്ടോ. അവൻ്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. എനിക്ക് അവളെ നഷ്ടമായ അമ്മേ. ഇനി ആരുടെ അടുത്തേക്കും എനിക്ക് പോകാൻ പറ്റില്ല. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അവനെ അത് വല്ലാതെ ബാധിച്ചിരിക്കുന്നു. ഞാൻ അവനോട് പലതും പറയാൻ തുടങ്ങി. അവന് പക്ഷേ ഒന്നും രജിസ്റ്റർ ആവുന്നില്ല. അവൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇനി ഒരിക്കലും ഇതൊന്നും ശരിയാവില്ലെന്ന്. എനിക്ക് സങ്കടവും ദേഷ്യവുമെല്ലാം കൂടി വരികയായിരുന്നു. അവൻ്റെ കണ്ണുനീർ എനിക്ക് കാണാൻ പറ്റുന്നില്ല. അച്ചു, ഞാനൊരു കാര്യം പറയാം. ആ പെൺകുട്ടിക്ക് അത് പറ്റിയില്ല എന്നതിന് അതാർക്കും പറ്റില്ലെന്നല്ല അർത്ഥം. അത് നീ മനസ്സിലാക്ക്. അവൻ എന്നെ നോക്കി. എന്നിട്ട് പറഞ്ഞു, ഇല്ലമ്മേ, അമ്മ എന്നെ ആശ്വസിപ്പിക്കാൻ പറയുന്നതാ. ഇതിനു മുമ്പ് അശ്വതിക്കും ഇതാ പറ്റിയത്. താഴേക്ക് നോക്കിയാണ് അവസാന ഭാഗം അവൻ പറഞ്ഞത്. എനിക്കാകെ കൂടി ദേഷ്യമാണ് വരുന്നത്. ഇവൻ എന്താ പറഞ്ഞാൽ മനസ്സിലാവാത്തത്? എനിക്ക് പ്രകാശേട്ടനോടും ദേഷ്യം തോന്നി. ഏട്ടനുണ്ടായിരുന്നെങ്കിൽ എനിക്കിതൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഇത്ര കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു. അവൻ പിന്നെയും കണ്ണിൽ നിന്നും വന്ന വെള്ളം തുടച്ച് കളയാൻ തുടങ്ങി. അവൻ്റെ മനസ്സിൽ ആശങ്ക വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു. കൂടെയുള്ളവരെല്ലാം പല പെൺകുട്ടികളുമായി നടക്കുന്നതും അവന് ഒരാളുടെ ഒപ്പവും പോകാൻ പറ്റാതെയായതും പറഞ്ഞ് അവൻ വീണ്ടും തലയണയിലേക്ക് മുഖം അമർത്തി കരയാൻ തുടങ്ങി. എനിക്ക് സങ്കടവും ദേഷ്യം കൊണ്ട് എന്താണ് പറയേണ്ടതെന്നറിയില്ല. അച്ചു, നീ ഞാൻ പറയുന്നെന്ന് വിശ്വസിക്ക്. അതൊരു പ്രശ്നമല്ല കുട്ട. ചില പെൺകുട്ടികൾക്ക് പറ്റില്ല, ചിലർക്ക് പറ്റും. ഞാൻ എങ്ങനെയോ അതവനോട് പറഞ്ഞു. ഇല്ല, അമ്മ നുണ പറയാതെ ഒന്ന് പോകുന്നുണ്ടോ? അവൻ്റെ ശബ്ദം പൊങ്ങി. എനിക്കത് സഹിച്ചില്ല. എൻ്റെ വായിൽ നിന്നും പിന്നെ വന്നത്, ഞാൻ പറഞ്ഞത് നുണയായിരുന്നെങ്കിൽ ഇപ്പോൾ നീ ഉണ്ടാകില്ലായിരുന്നടാ. പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എന്താണ് പറഞ്ഞതെന്ന് എനിക്ക് ബോധ്യം വന്നത്. ഞാൻ അവനെയും അവൻ എന്നെയും നോക്കി. എനിക്കിനി എന്താണ് പറയേണ്ടതെന്ന് അറിയില്ലായിരുന്നു. അവൻ എന്നെ തന്നെ നോക്കിയിരിക്കുകയാണ്. അവൻ്റെ അച്ഛനെ പറ്റിയുള്ള ഏത് വിവരവും അവന് വലുതാണ്. അച്ഛൻ്റെ പോലെയാണ് മുടി, കൈ, കാല്, മീശ എന്നൊക്കെ അവൻ എപ്പോഴും ചോദിക്കും. അതേന്ന് പറഞ്ഞാൽ അവന് വളരെ സന്തോഷവുമാണ്. ഇത് പക്ഷേ അവൻ എന്നെ തന്നെ നോക്കി കിടക്കാണ്. പക്ഷേ മുഖത്തുനിന്ന് എന്തോ ഭാരം പോകുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ പതുക്കെ എഴുന്നേറ്റു. അവൻ്റെ മുടിയിൽ തലോടി. നീ കിടന്നോ, നമുക്ക് നാളെ ഡോക്ടറുടെ അടുത്ത് പോകണം. സംസാരിച്ചാൽ ഈ ആങ്സൈറ്റി തീരും. ഞാൻ തിരിഞ്ഞു നടന്നു. എനിക്ക് പക്ഷേ എന്തോ അവിടെ നിന്നും 2 കണ്ണുകൾ വല്ലാതെ എന്നെ നോക്കുന്ന പോലെ തോന്നി. തിരിഞ്ഞ് അച്ഛനെ നോക്കാൻ എനിക്ക് തോന്നിയില്ല. വാതിൽ ചാരി ഞാൻ മുറിയിലേക്ക് നടന്നു. എന്നിട്ട് കിടക്കയിൽ കിടന്നു. ഞാൻ ആലോചിച്ചത് മുഴുവൻ പ്രകാശേട്ടനെ പറ്റിയായിരുന്നു. ആ രാത്രി
എൻ്റെ കല്യാണം കഴിഞ്ഞ ആ രാത്രി. അപ്പോൾ ഈ കഥയുടെ സെക്കൻഡ് പാർട്ട് ഞാൻ ഉടൻ തന്നെ ഇടാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നിങ്ങൾക്ക് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക.